നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്നലെ ആരിഫ് ഹുസൈൻ കൊടുത്തില്ല, ഇന്ന് ജാബിത ടീച്ചർക്ക് ഒരു മറുപടി കൊടുക്കണ്ടെന്ന് ചോദിച്ചിരുന്നതാണ്. കാരണം ഞാൻ ഈ ജാതിപരമായ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നില്ല, ദേശീയ താല്പര്യമുള്ള കാര്യം മാത്രമേ എങ്കിൽ പറയാൻ. ജാബിത ടീച്ചർ പറയുന്നത് മുസ്ലിം പെൺകുട്ടി പെറ്റു വരികയാണ്, യാതൊരു ബോധമില്ല, ഒന്നുമില്ല. പൊന്ന് ജാബിത ടീച്ചറെ, ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭാഷണം കേൾക്കുന്നത് ബുദ്ധിയുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കും. ഇന്നൊരച്ഛൻ പറഞ്ഞ് എല്ലാ റാങ്കിലും ഉന്നത വിജയം കിട്ടിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. റാങ്ക് കോമൺ മെറിറ്റാണ്, അല്ലാതെ സബ്സിഡി അല്ലെങ്കിൽ ഇങ്ങനെ റിസർവേഷൻ ഇല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, ഉന്നത ഡിഗ്രിയൊക്കെ ഉള്ളവരാണ്. ജാബിത ടീച്ചർ പറയും, ഈ സഭയും പറയും, മറ്റെല്ലാവരും പറയും, മദ്രസകൾ വർഗീയ തീവ്രവാദം പഠിപ്പിക്കുന്നു, അതിന് മോശമായ വിദ്യാഭ്യാസം, സിലബസ് മോശമാണ്, ദേശീയ ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ രണ്ട് കാര്യം ജാബിത ടീച്ചർ പറയണം, അതിന് ഉത്തരം പറയണം. ഒന്ന്, കേരളത്തിലെ വൃദ്ധസദനത്തിൽ എത്ര മുസ്ലിം അമ്മമാരും ബാബന്മാരും ഉപ്പാപ്പന്മാരും ഉണ്ട്? വയനാട്ടിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരച്ഛൻ പറഞ്ഞു, അവർ 5-10 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ പോയി നോക്കിയിട്ട് ഒരൊറ്റ മുസ്ലിം പോലും വൃദ്ധസദനത്തില്ല. അഗതികളായിട്ടുണ്ട്, പ്രായമായിട്ട് അന്വേഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്. അതിൽ അച്ഛനമ്മ ഉപേക്ഷിച്ച മക്കളില്ല. അല്ല, ഉന്നത വിദ്യ, ഈ പർദ്ദയിട്ട് മുഖം മൂടി നടക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാണ്. ഇവിടെ വിഡ്ഢികളെ നിങ്ങൾ കണക്ക് പഠിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിമേരി തെരസാസിൽ വന്ന് SLCക്ക് പരീക്ഷ എഴുതി. അതിനപ്പുറത്ത് ഇപ്പുറത്തും പർദ്ദയിട്ട് തലയിൽ തൊട്ടുവിട്ട് 2 പെൺകുട്ടികളിരുന്ന്. ആ 2 പെൺകുട്ടികളും ഉണ്ണിമേരി നോക്കിയിരുന്നു. അവസാനം പരീക്ഷയ്ക്ക് അവർ 2 തോറ്റുപോയി, ഉണ്ണിമേരി ജയിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ ഈ മുസ്ലിം സ്ത്രീകൾ പർദ്ദയുടെ പിറകെ നടന്നാൽ നിങ്ങൾ വീണ്ടും അധപ്പതത്തിലേക്ക് കുത്തും. ആ നേരോട് നിങ്ങൾ അസൂയ മാറ്റി വെച്ച് നിങ്ങൾ ഉന്നത നിലവാരം പുലർത്താൻ നോക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞാണ് മുസ്ലിം സ്ത്രീകളാണ്, പർദ്ദയിട്ടാണ്, വിവരമല്ല, വിദ്യാഭ്യാസമല്ല ആക്കുക. മലപ്പുറം ജില്ലയിൽ പോലും മുസ്ലിം സമുദായത്തിലെ വനിതകൾ ഉന്നത വിദ്യാഭ്യാസ സമ്പന്നരാണ്. ദേശീയ റാങ്കിൽ എടുത്തോക്ക്, ഫസ്റ്റ് ക്ലാസ് അവർക്കാണ്. അപ്പം അന്ധമായി ഒരു വിഭാഗത്തിൽ നിങ്ങൾ ആക്ഷേപിക്കരുത്. അത് ശരിക്ക് അടിയുള്ളതുകൊണ്ടാണ്. നല്ല അടി, ചുട്ട അടി കൊണ്ട് ഞാനല്ലോ അതൊക്കെ മാറും. ഇതൊക്കെ ഒരു ചെകുത്തൻ കയറുന്നതാണ്. ആ ചെകുത്തൻ കയറുമ്പോൾ നല്ല കണ്ടില്ല, മൈലിയന്മാരൊക്കെ നല്ല അടി ചന്തി കൊടുക്കുമ്പോഴേ മാറുള്ളൂ. അതൊന്നും ആവശ്യം വേണ്ട. നിങ്ങൾ സംഘപരിവാറിൻ്റെ പിന്നെ ഇസ്രായേലിൽ ഇത് പണം വാങ്ങി ജീവിച്ചോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പറയുന്നതിൽ കുറച്ച് നീതി വിടും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ അതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ജീവിത മാർഗമാണ്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ച് ഖുർആനും വിമർശിച്ച് നടന്ന പാശ്ചാത്യ സായിപ്പ് പഠിച്ച് അവസാനം ചെന്നപ്പോഴും അതിലേക്ക് ഉൾക്കൊണ്ട് അവർ മതം സ്വീകരിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങനെയുണ്ട്. ഞാനിവിടെ മതപ്രചരണത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ജാബിത ടീച്ചർ ഉദ്ദേശിക്കണം. നീ അച്ഛനോടും പറയണം, അച്ഛൻ നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ അവഹേളിക്കുക ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റിൽ കൈക്കൂലി കൊടുത്തല്ലോ, കൃത്രിമമായിട്ടില്ലല്ലോ, ദേശീയ ലെവലിൽ വരുന്നില്ലേ? ദേശീയ ലെവലിൽ മന്ത്രിസഭയിലൊന്നും മുസ്ലിങ്ങൾക്ക് ഒരു ബാധ്യമില്ല, ഒരു കൈയെടുത്തില്ല. എന്നിട്ടും ദേശീയ റാങ്കിലാണ് വരുന്നത്. എന്നാൽ അച്ഛൻ പരാതി പറയാണ്. അതിന് സുദേശ് എന്ന ഒരു വ്യക്തി അച്ഛന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ അത് ഞാൻ ആവർത്തിക്കില്ല. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ മേനോൻ മന്ത്രിസഭയിൽ എന്താണ് മേനോൻ സാർ? പണ്ട് ഞാൻ ആലുവയിലൊരു ട്യൂട്ടോറിയൽ കോളേജ് പ്രിൻസിപ്പളായിരുന്നപ്പോഴേ എന്തോ ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ ചെന്ന് അങ്ങനെ പറഞ്ഞത് തീർന്ന്. പിന്നും ഉണ്ടായി രണ്ടാമത്. അപ്പോൾ SI ചോദിച്ചു, എന്താണ് പ്രിൻസിപ്പൽ സാറേ അവിടെ ഒരു കുഴപ്പമെന്ന്. സാധാരണ ട്യൂട്ടർ കോളേജിൽ പെൺകുട്ടികൾ കേസൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്നുമല്ല, ഒരു അടിപിടി കേട്ട് ചെറിയ ഏതോ തമാശ മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താണ് മേനോൻ സാറേ ഇങ്ങനെ നിരന്തരം സംഘപരിവാറിന് വേണ്ടി വാദിച്ച് പ്രവർത്തിക്കുന്നുള്ള ആരോപണം വരുന്നത്? അതിനുവേണ്ടി അല്ലല്ലോ സാറേ അങ്ങേ ഞങ്ങൾ കയറ്റിയത്. പിണറായി വിജയൻ്റെ RSS പ്രേമവും RSSൻ്റെ പിന്നെ ലയനമൊക്കെ ഒഴിവാക്കി കുറ്റപ്പെടുത്തി അതിവിപുലമായ പ്രചരണം നടത്തി
ഇലക്ഷൻ നടത്തി ജനങ്ങളെല്ലാം നിങ്ങൾക്ക് തന്ന് വോട്ട് കിട്ടി ജയിച്ചപ്പോഴേ അപ്പം നിങ്ങളെക്കുറിച്ചുള്ള എന്താണ് ഈ ആരോപണം വരുന്നത്? പറഞ്ഞല്ലോ നമ്മൾ എന്ത് തെറ്റും ചെയ്യാം, പക്ഷെ അതിന് ന്യായീകരണം ആരോപണം വരരുത്. ഒരു കാര്യത്തിലും പല കാര്യത്തിലും പല കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് സംഘപരിവാർ അനുവാലികൾക്ക് ABPയിലെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളുന്നവർക്ക് സ്ഥാനമാനം കൊടുക്കുന്നത് നിരന്തരം പരാതിവരാണ്. എന്താണ് രമേശ് ജി കേൾക്കുന്നത്? വേണുഗോപാൽജി 32% വരുന്ന മുസ്ലിം സമുദായം നിങ്ങൾക്ക് ഒറ്റക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് നിങ്ങൾ കാണിക്കുന്നത്. ഈ സംഘപരിവാർ പണിയെടുത്ത് അധികാരത്തിൽ വരട്ടെ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിന്റെ കെയർ ഓഫിൽ അത് വരരുത്. അതാണ് ചെയ്തത്. ഇപ്പൊ കോൺഗ്രസ് കെയർ ഓഫിൽ വരുന്നു, അത് വേണ്ടെന്നേ. സംഘപരിവാർ പണിയെടുത്തിട്ട് BJPക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിക്കട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. അവരുടെ ദേശീയ പാർട്ടിയല്ല, രജിസ്ട്രേഡ് പാർട്ടിയാണ്, അവർക്ക് മത്സരിക്കാം. അല്ലാതെ ആസാം പിന്നെ ആന്ധ്രാപ്രദേശിൽ വരുന്ന OICക്ക് മത്സരിക്കാൻ പാടില്ല. നിങ്ങൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നതിൽ വിഡ്ഢികൾ പറയുന്നുണ്ട്. അദ്ദേഹം രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ, അവർക്ക് മത്സരിക്കണ്ടേ? ഇല്ലേ, ആസാമിൽ ഒരു പാർട്ടി അത് മത്സരിക്കണ്ടേ? അതൊക്കെ മത്സരിക്കട്ടെ, അവർ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയത്തില്ല. BJP ഇലക്ഷൻ മത്സരിച്ച് ഭൂരിപക്ഷം കിട്ടി അവർ ഭരിക്കട്ടെ, എന്താ കുഴപ്പം? ഇപ്പൊ എന്താ ഭരിക്കല്ലേ, അതിലൊന്നും നമ്മൾ കുറ്റം കാണുന്നില്ല. പക്ഷേ എന്റെ ചെലവിൽ നിന്റെ കല്യാണ മണ്ഡപത്തിൽ ആളാകാൻ നോക്കണ്ട. മുസ്ലിം സമുദായത്തെ വോട്ട് വാങ്ങിയിട്ട് നല്ല കോൺഗ്രസ്സുകാർ സംഘപരിവാറിനോട് അനുകൂലം നിൽക്കുകയാണെങ്കിൽ അത് വേണ്ട. നിങ്ങൾക്ക് ആർക്ക് വേണ്ടി സംഘപരിവാർ ചേരാം, ഒരു കുഴപ്പം. ഏത് കോൺഗ്രസ് നേതാവും ചേരാം, അതൊരു കുഴപ്പം, നിങ്ങളുടെ അവകാശമാണ്. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഭൂരിപക്ഷം കിട്ടി ഭരിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ കൊല്ലത്തേരിപ്പാട്ട് ജയിച്ചില്ലേ, അപ്പോൾ എന്താണ് പിന്നെ വെള്ളാപ്പള്ളി അടുത്ത് പോയി കാലുകൊട്ട് വന്നിച്ചു. അത് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ മുമ്പ് അവിടെ പോയി ആ അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങിക്കേണ്ടിരുന്നത്. 33% വരെ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ബ്ലോക്ക് വോട്ട് വാങ്ങിയിട്ട് എന്നിട്ട് വെള്ളാപ്പള്ളി പോയി അനുഗ്രഹം വാങ്ങി ശരിയല്ല. അതാ ഞങ്ങൾ പറഞ്ഞല്ല. വെള്ളാപ്പള്ളി പോയാൽ ഞങ്ങൾ കുറ്റം വന്നില്ല, തീർച്ചയായിട്ടും പോകാം. SNDP നേതാവാണ്, ആ പെണ്ണാണ്, ഒരു 7 വിഭാഗത്തിൽപ്പെട്ടാണ്, പോയിക്കോ. പക്ഷേ അത് ഇലക്ഷൻ മുമ്പ് നിങ്ങൾ വെള്ളാപ്പള്ളി പോയി അനുഗ്രഹം വാങ്ങിച്ച് നിങ്ങൾ വീണ് തല കാണുമായിരുന്നു. മനുഷ്യൻ പൊട്ടനാക്കരുത്. മനുഷ്യൻ ആകെ കൊണ്ട് വരണ്ടിരിക്കുക, അല്ലെങ്കിൽ ജുഹയാണ്. അതായത് വരണ്ടിരിക്കുക മാത്രമല്ല, വറീഡായിട്ട് നിൽക്കുകയാണ്. അവരെ നിങ്ങൾ ഭ്രാന്ത് പഠിപ്പിക്കരുത്. അത് ഓർമ്മ വേണം. അത് സതീശനും കൊള്ളാം, മറ്റേ ആ പെണ്ണിനായും കൊള്ളാം. പേരൂരിക്കറിയില്ല കൊല്ലത്തേരിയ ആ പെണ്ണെന്ന് വരുന്നത്. നിങ്ങൾ 33% മുസ്ലിം സമുദായത്തെ വോട്ട് ബ്ലോക്ക് വാങ്ങിച്ചു തന്നിട്ട് നിങ്ങൾ RSSന് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തിനോ നാണക്കേട്ട് പോയി നിങ്ങൾ പറയണ്ടേ? പറയണേ ഞങ്ങൾ RSS അനുഭാവികളാണ്, RSSന് വായിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവിടെ നിങ്ങൾ പരസ്യമായിട്ട് ഇലക്ഷൻ ഒന്ന് ജയിക്കാം, ഭൂരിപക്ഷം കിട്ടി ഭരിച്ചോ, നമ്മൾ കുറ്റം പറയുന്നില്ല. അല്ലാതെ ഈ ഇതിന് പറഞ്ഞ് പച്ച കാലത്തിൽ പറഞ്ഞ പൂട്ട് വെച്ചിട്ട് തെമ്മാടത്തിനോ അത് വേണ്ട, അത് വേണ്ടതാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല, അടുത്ത ഈ ജനങ്ങൾ പറയുന്നത്. ഞാൻ ജനങ്ങളുടെ അഭിപ്രായം എൻ്റെ വായിക്ക് പറഞ്ഞാത്രേ ഉള്ളൂ, എൻ്റെ കിട്ടേണ്ട അഭിപ്രായം അല്ലത്. ഇപ്പോൾ വന്ന് ഈ കത്തോലിക്ക കോൺഗ്രസ്സേയും പിന്നെ കോൺഗ്രസ് പറ്റേ പണ്ട് ഇയാൾ പറഞ്ഞ പോലെ, അത് മുരളീധരൻ പറഞ്ഞ പോലെ ഇന്നത്തെ അവസ്ഥ കണ്ടോ? BJPയുടെ ഒരു ഉദ്യോഗസ്ഥൻ അന്ന് ബോംബെയിലെ സംഭവം കോൺഗ്രസും ISSും നടത്ത ISSും കൂടി ചേർന്ന് നടത്തിയ ഹിന്ദുക്കൾ നശിപ്പിക്കുകയും ചെയ്ത അഭ്യാസമാണെന്നാണ് പറഞ്ഞത്. വലിയ പറയേണ്ട കോൺഗ്രസ് മേനോൻ സതീഷ വാസ്തവത്തിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ പോലീസിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ആ സംഭവം ഉണ്ടാക്കിയത്. അമേരിക്ക പാകിസ്ഥാനും ഇവിടുത്തെ സംഘപരിവാർ ഒത്തുണ്ടാക്കിയാണ് അന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. ആ മനുഷ്യൻ ഫയൽ അന്വേഷണങ്ങളിലും എല്ലാ പിന്നെ ഏതാണ് പിന്നെ ബോംബ് കേസിൽ ഉത്ഭവം RSSന്റെ കെയർ ഓഫിലാണ്. അത് ഇയാൾ മനസ്സിലാക്കിയെന്നുള്ളത് RSS മനസ്സിലാക്കിയപ്പോൾ അയാൾ പിന്നെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ആ എക്സ്ട്രാ ഉപകരണമൊക്കെ ഇല്ലാതെ വിട്ടത് ബോംബ് വെച്ച് കൊന്നത്. അയാൾ കൊല്ലാൻ വേണ്ടി മാത്രം. ഇതൊക്കെയാണ് സത്യം എന്നിരിക്കെ ഇന്നിപ്പോൾ ഓരോന്ന് ബാബരി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ കേസ് പൊട്ടിത്തെറിച്ചപ്പോഴേ അത് ഒഴിവാക്കാൻ വേണ്ടി മറ്റു കമ്മ്യൂണൽ റൈറ്റ്സിന് വേണ്ടി BJP പറയുന്നുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് ISS ആയിട്ടും ബന്ധമില്ലായിട്ടും അങ്ങനെയുള്ള കഴിവുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന പാർട്ടിയല്ല.
ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടി അതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പുറത്തെ പാർട്ടികൾ ജനങ്ങൾ കൊണ്ടുപോയി കൈപ്പത്തിക്കലായിരിക്കും പശുവിനും കിടാവിനും കുത്തി അത് ജയിപ്പിച്ച് വന്നു അധികാരത്തിൽ പോയി എന്നല്ല യാതൊരുവിധ പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേ കോൺഗ്രസ് അധികാരം പോയി. ഇപ്പോൾ കോൺഗ്രസ് ആരും ഇല്ലാത്ത അവസ്ഥയിൽ. അതാണ് സത്യം. അല്ല, ISS ആയിട്ട് ബന്ധപ്പെട്ട് നടത്താനുള്ള ഒരു ഗ്യാങ്ങോ ഗൂഢാലോ നടത്താനുള്ള കപ്പാസിറ്റിയും കോൺഗ്രസ് നേതാക്കൾക്കും ഇല്ല. രാഹുൽ ഗാന്ധി വെറും പച്ചപ്പാവും ഒന്നുമില്ല. ഇതിന് ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഉത്തരം കൊടുക്കാൻ പോകുന്നത്? നിങ്ങളാണ് കോൺഗ്രസ് ISS ചേർന്നാണ് ബോംബെയിലെ സംഭവം ഉണ്ടാക്കിയത്. അത് ആ പയ്യനെ പിടിച്ചില്ലെങ്കിൽ അത് മുഴുവൻ ഹിന്ദുക്കളുടെ പേരിലേക്ക് ചാർത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോഴേ കോൺഗ്രസ് നേതാക്കളെ മേനോൻ സാറേ, ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി അടുപ്പം കാണിച്ച മേനോൻ സാർ, നിങ്ങൾ എന്തിനു ഉത്തരം പറയും? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് മറുപടി പറയാനായിട്ട്? അയോധ്യ വിഷയത്തിൽ സംഘപരിവാർ നാറിക്കിടക്കല്ലേ, ഭയങ്കര നാറ്റാണ്. ആ നാറ്റത്ത് ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു വര വരച്ചു, അതാണ് വലിയ വരയാണ്. അതിന് ചെറുതാക്കണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു വര മുകളിൽ വരക്കണം, അപ്പോൾ ഇത് ചെറുതാവുള്ളൂ. അതുപോലെ ഇപ്പോൾ സംഘപരിവാർ ആ നാറ്റക്കേസ് ഒഴിവാക്കാൻ വേണ്ടി വേറൊരു വലിയ അന്യായ നാറ്റക്കേസ് എടുക്കണം. ഇത് പറഞ്ഞോളൂ. ഞാനത് ഉദാഹരണം പറഞ്ഞാൽ, കൊല്ലത്ത് കോടതിയിൽ വെച്ച് വെറുതെ പോലീസും പ്രതികളും തമ്മിൽ വഴക്കുണ്ടാക്കി. അത് കാരണം അന്ന് LDFിൻ്റെ ഭരണകാലത്ത് ആൻ്റണി പറഞ്ഞു, മമ്മൂട്ടിയും സിൽക്ക് സ്മിതയെ പോലെയാണ് ആൻ്റണിയും, മറ്റേ അംസ പറഞ്ഞു മമ്മൂട്ടിയും പിന്നെ ആ പെണ്ണുമായിട്ട് കൂടി പോലെയാണ് ആൻ്റണിയും പിന്നെ നമ്മുടെ അമ്മയെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അതിൽ ഉത്തരം മറുപടി പറയാനില്ല. നാറ് നിൽക്കുമ്പോൾ ആ വാർത്തകൾ കളയണമെങ്കിൽ അതേപോലെ നീചമായി പ്രവർത്തിക്കണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബുദ്ധി ചോദിച്ചാണ് ആ വക്കീൽ പ്രതികളെ അടച്ച് ആവശ്യം തല്ലിയത്. അത് പിന്നെ അടിയായി കേസായി ഈ വാർത്ത മുങ്ങിപ്പോയി. അങ്ങനെ ഈ അയോധ്യ കേസ് മുങ്ങിക്കളയണമെങ്കിൽ അതൊക്കെ വലിയൊരു അപകടം ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഇതൊക്കെ മറുപടി പറയാൻ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ ആവുന്നതിൽ വല്ല അമ്പുണ്ടോ? നിങ്ങൾ വല്ല പ്രിപ്പയർഡ് ആണോ? രാഹുൽ ഗാന്ധിയോടും പ്രിയങ്കയോടും പിന്നെ സോണിയയോടും ഒക്കെ ചോദിക്കുകയാണ്. വലിയൊരു പ്രവൃത്തിയാണ്, വലിയ ആരോപണമാണ് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നത്. ഹിന്ദുക്കൾ കംപ്ലീറ്റ് കോൺഗ്രസ് വിട്ടുപോകുന്ന വലിയ ആരോപണം. പറയും ശരിയല്ലേ? അത് എന്താണ് കൗണ്ടറായിട്ട് നിങ്ങളിലുള്ളത്? വല്ലതും ഉണ്ടോ പറയാൻ? ഈ 20% മുസ്ലിങ്ങളുടെ വോട്ട് N ബ്ലോക്ക് കിട്ടി കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനം നിൽക്കുന്നല്ലേ? നിങ്ങളുടെ കപ്പാസിറ്റി എന്തടോ? നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കപ്പാസിറ്റി എന്താ? 20% മുസ്ലിങ്ങളില്ലേ, അത് N ബ്ലോക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ? അതിൻ്റെ ആ തളർച്ച മാത്രമല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു വളർച്ചയിലുള്ളൂ, അതിൻ്റെ ഒരു പകിട്ടല്ലുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എവിടെ കിട്ടി? ആര് വോട്ട് ചെയ്ത്? ആ ഉള്ളൊരു പോകാൻ പോവല്ലേ? അതിൻ്റെ പണിയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സതീശന് ഏതാ 102 സീറ്റ് കിട്ടിയോട് സതീശൻ അങ്ങോട്ട് ദൈവമായിട്ടാണ് ഇപ്പോൾ ദൈവമായിട്ട് തോന്നുന്നുണ്ട്. അതൊന്നും വേണ്ട സതീശ. പിണറായി വിജയനെ താഴെ ഇറക്കി ആർക്ക് കൊള്ളാത്തവനായി തീർച്ചെങ്കിൽ നിങ്ങൾ അതിൻ്റെ 10-1 ബുദ്ധിമുട്ട് വേണ്ട. നിങ്ങളൊക്കെ താഴെ ഇറക്കി ഒന്നും കൊള്ളാത്തതാക്കാൻ. അത് ഓർമ്മയാണോ സതീശൻ? കാരണം എനിക്ക് കിട്ടുന്ന മെസ്സേജ് എൻ്റെ ആൾക്കാരൊക്കെ പറയുന്നല്ലോ, വളരെ മോശമായിട്ട് സതീഷിനെ കുറിച്ച് പറയുന്നത്. സംഘവിരുദ്ധ പ്രസ്ഥാനമെന്ന നിലയിലാണ് കോൺഗ്രസിന് ആൾക്കാർ വോട്ട് ചെയ്തത്. LDF നിൽക്കക്കല്ലിലെ സംഘ അനുകൂലമായപ്പോൾ അതിനെതിരെ വന്ന് 33% മുസ്ലിങ്ങൾ 32% നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് 102 സീറ്റ് കിട്ടിയത്. വല്ല സംശയമുണ്ടോ? അതിൽ നിന്നൊരു 3% മുസ്ലിങ്ങൾ മാറിയൊക്കെ നിങ്ങൾ താഴെ പട്ടപൂജയാവും. 3% മാറി മതി. കാരണം 60% സീറ്റിൽ ജയിക്കുന്നത് 500-2000 എടുക്കാണ്. ഇത് കോൺഗ്രസ് പോലും അറിയാവോ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തല്ല, കോൺഗ്രസ് നശിക്കാൻ പാടില്ലതാണ്. അങ്ങനെയാണ് 99 സീറ്റ് LDF കിട്ടിയത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ 102 സീറ്റ്, അതാ കാരണം. അതൊന്നും മറിച്ച് 3% വോട്ട് മുസ്ലിങ്ങൾ മറിച്ച് ചെയ്തിട്ടില്ല. സഭ ഗുണസഭ. അതുകൊണ്ട് താഴെ നിന്ന് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് സംഘപരിവാർ സഹായിക്കും, നിങ്ങൾക്ക് സംഘപരിവാർ ചേരാം, ഒരു കുഴപ്പമില്ല. BJP ചേരാം, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ അവകാശമാണത്. പക്ഷെ കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങൾ വോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ ഈ സംഘപരിവാറിനെ ഉള്ളുകൊണ്ട് സഹായിക്കുന്നത് അത് അനീതി മാത്രമല്ല, വഞ്ചന മാത്രമല്ല, തെമ്മാടിത്തരം ചെറ്റത്തരമാണ്.
പറയാതിരിക്കാൻ വയ്യ. അത്ര കണ്ട് നിങ്ങൾ കുറച്ച് ഇത് ഫയൽ വരുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് മിണ്ടായിരിക്കാം. പക്ഷെ കോൺഗ്രസ് വെച്ചു. ഇപ്പം പിണറായി വിജയൻ വെച്ചേക്കാൾ അപ്പുറത്ത് വെച്ചു കോൺഗ്രസ്. അത് വരാൻ പാടില്ല. ഇന്ത്യയിൽ കേരളത്തിൽ കോൺഗ്രസ് നയിക്കാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് നയിക്കാൻ പാടില്ല, രണ്ടും വേണം. അതുകൊണ്ടാണ് ഇത്ര വികാരപരമായിട്ട് പറയുന്നത്. വലിയ പ്രതീക്ഷയിലാണ് അങ്ങക്ക് മുഖ്യമന്ത്രിയിലേക്ക് നിരാകരിക്കാൻ ഞങ്ങളുടെ ഗ്രൂപ്പ്. മാത്രമല്ല മുസ്ലിം ലീഗ് അങ്ങേറ്റം വേണുഗോപാലിനൊക്കെ എതിർത്ത് നിങ്ങൾക്ക് വേണ്ടി ബാധിച്ചാണ്. ഇപ്പം മുസ്ലിം ലീഗ് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാക്കി. എന്താ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ? അറിയാലോ എന്താണ് കളിച്ചെന്നുള്ളത്. പാവം കുഞ്ഞാക്കൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഷാജി മിണ്ടത്തില്ല, ഒരു ലീഗ് നേതാക്കളും മിണ്ടത്തില്ല. കാരണം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? ഏതാണ്ട് 3-1 മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആനുകൂല്യം തന്നേക്കാം. പക്ഷേ ഞങ്ങൾ പലതും ചെയ്യും. അതിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ തൊപ്പി വീഴണം, അല്ല പറയരുത്, വെളുക്ക് എത്തിക്കണം. അങ്ങനെ എന്ത് കാര്യമാണോ മുസ്ലിം ലീഗ് എതിർത്ത് പോകുന്നത് അതെല്ലാം മുസ്ലിം ലീഗ് ഇപ്പോൾ സമ്മതിച്ചു. വെളുക്കൊളുത്തി, അല്ല കളഞ്ഞ്, തൊപ്പി മാറ്റി. ഇനി മുസ്ലിം ലീഗിന് എന്താ ചെയ്യാനുള്ളത്? ഇനി മുസ്ലിം ലീഗ് എന്ന പേര് മാത്രമല്ല, അവരുടെ ആദ്യമായിട്ടുള്ള ആ ഒരു അടിത്തറ ഇന്നുണ്ടോ? എന്താ നമ്മൾക്ക് പേര് മാറ്റി ദേശീയതായിൽ വരായിരുന്നു. എന്നാൽ പിന്നെ അന്തസ്സുണ്ട്. ഇത് ദേശീയതായിൽ വരികയില്ല. അവർ പഴയ ആചാരമൊക്കെ കളയും ചെയ്തു. വളരെ അപകടത്തിലേക്കാണ് മുസ്ലിം സമുദായം. പിന്നെ എന്താണ് പറയുന്നത്? വയലൻ്റ് ഒന്നുമല്ല, വയലൻ്റ് വേറെ, വറേഡാണ്. അവരെന്തും ചെയ്താക്കാം ഇലക്ഷനിൽ. അത് ചെയ്യിപ്പിക്കരുത്. അല്ല, ഇന്നിപ്പോൾ BJP പ്രസ്താവനയിൽ BJP ഉന്നത ഉദ്യോഗസ്ഥ പറഞ്ഞത് ഫയൽ റിപ്പോർട്ട് കൊടുക്കുന്നത് അത് സംഭവം ISS വെച്ചാൽ ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്. മുസ്ലിം രാജ്യങ്ങളെ മുസ്ലിം തകർക്കപ്പെട്ട് തുടങ്ങിയാണെന്നോ പറഞ്ഞ് ഇവിടെ പലർക്കും മനസ്സിലാവില്ല. അബൂബക്കർ എന്ന് പറയുന്നത് പക്ക യഹൂദിയാണ്. അതേ പേര് മാറ്റിയാണ്. അദ്ദേഹം ISSന്റെ ആവശ്യം കഴിഞ്ഞപ്പോഴും അമേരിക്കൻ പട്ടാളത്തിന് പട്ടി വന്ന് ഗുഹയിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊന്നും കളഞ്ഞു. ഇതാണ് അവസ്ഥ. എന്നിട്ട് കുറ്റം മുഴുവൻ മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിം സമുദായത്തിലാണ്. ISS ഒരു കാരണവശാലും മുസ്ലിങ്ങളായിട്ട് ബന്ധമുള്ള സംഘമില്ല. അയാൾ സ്ഥാപക നേതാവ് ഒരു അബൂബക്കർ എന്ന് പറഞ്ഞത് പക്ക യഹൂദ രേഖയാണ്. ഇതിനൊക്കെ ഈ എന്തിനോ വായ ഒളിച്ചിരിക്കുന്നത്, വായടിച്ച് ഓച്ചാൻ ചെയ്യുന്നത് ധൈര്യപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതിന് തുമ്മിക്കൊല്ലാം ഉറുമ്പൊന്നുമില്ല. അന്ധമായിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അന്ധമായി വിരോധം പാടില്ല. രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്. ആ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഏതൊരു പ്രസ്ഥാനം നമ്മൾ അന്ധമായിട്ട് ഇതൊക്കെ ചെയ്യരുത്. ഞങ്ങൾ അന്ധമായി RS വിരോധം പറയുന്നില്ല. ഇവിടെ എന്താ വെച്ചാൽ ഒന്നുകിൽ RSS വിരോധി അല്ലെങ്കിൽ RSS അനുകൂലി. ഈ രണ്ടിലൊന്നല്ലാത്തവർക്ക് ഇവിടെ ചാൻസ് ഇല്ല. ഞങ്ങൾ രണ്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം മുന്നോട്ട് പോകാനുള്ള പ്രശ്നമുണ്ട്. എങ്കിലും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അവസാനമായിട്ട് പറയാം, ഇന്ത്യയിലെ പ്രതിപക്ഷം കോക്രോച്ച് പാർട്ടി അവർ പിള്ളേർ സമരം ചെയ്ത് നിരാഹാരം കൂടി 12 ദിവസം കഴിഞ്ഞ് 2 പേര് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 20-ാം തീയതി പാർലമെൻറ്റ് ഡൽഹിയിൽ മാർച്ച് ചെയ്യണം. നിങ്ങൾക്ക് വല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ അനുകൂലിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എതിർക്ക്. ഈ നിങ്ങളുടെ മൗനം അപകടമാണ്, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നു. ഒന്നുകിൽ പ്രതിപക്ഷ പാർട്ടികൾ അതിനോട് എതിർത്തോ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ അവകാശമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കുക. രണ്ടുമില്ലാത്ത ഒന്നും കാണാത്ത രീതിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അപകടമാണ്, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ അപകടമാണ്. BJP ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അവരെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അല്ല, അവർ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ അവരെ കൂടെ നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഇത് രാഹുലൊക്കെ ഒരു വിരൽ മറ്റൊരിട്ട് പറയുമ്പോൾ ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിൽ. ഞാൻ വ്യക്തമായിട്ട് വീണ്ടും പറയാണ്, നിങ്ങൾ എതിർക്കാണ്. അവർ പറയുന്ന ആശയത്തിന് യോജിച്ചെങ്കിൽ നിങ്ങൾ അവരെ എതിർത്ത ഒരു വിഷയമില്ല, നമുക്കൊരു പരാതിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കണം. അല്ലാതെ രണ്ടുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ മാറി എന്ന് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഫലം അറിയട്ടെ എന്നിട്ട് കൂടാന്ന്, അത് വേണ്ട. അതെങ്ങനെയെന്നറിയോ? ഒരു സ്ഥലത്തൊരു യോഗം വെച്ച് ഒരു 10-20 ആളെ ഒറ്റ കാര്യമുള്ളൂ. അവസരം ഓരോരുത്തർ വന്നപ്പോഴും അവിടെ ആളെക്കാന്നില്ല. അങ്ങനെ പോയി മാറി അവർ 11 പേരുണ്ടായി, ബാക്കി 9 പേരുണ്ടായി. ഇവിടെ
ആ പയന്നേട് ഒരുമിച്ചിട്ടായിരുന്നെങ്കിൽ 20 ആവില്ലേ? അപ്പം മാറി നിന്നവർ ഇവിടെ നിന്നേക്കാൾ കുറവുകളുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നത് മോശമാണ്, ആളില്ല. അതുപോലെ നിങ്ങൾ മാറി നിന്ന് കൊഞ്ഞനം കാണിക്കരുത്. പ്രതിപക്ഷ പാർട്ടിയുടെ പറഞ്ഞത് ഇന്ത്യയിലെ ജനതാദൾ നാഷണലിസ്റ്റ് എന്ന കൊച്ചു പ്രസ്ഥാന ദേശീയ സെക്രട്ടറി ജനറൽ മൊയ്തീൻ ഷാ ഗ്രൂപ്പ് പറയുന്നത്, പ്രതിപക്ഷ പാർട്ടിയോട് പറയുന്നത് വെല്ലുവിളി ഒന്നുമല്ല, വെല്ലുവിളിക്ക് ഞങ്ങളാരും, പക്ഷെ നിങ്ങൾ നിലപാടെടുക്കണം. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പിന്നെ അഭിപ്രായം തുറന്നു പറയണം. ഒന്നുകിൽ അനുകൂലിച്ച് അല്ലെങ്കിൽ എതിർത്ത്. വേറെ അമേരിക്ക പറഞ്ഞ പോലെ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ എന്ന് പറഞ്ഞ പോലെ രണ്ടും നിങ്ങൾ പ്രഖ്യാപിക്കണം. അത് 20-ാം തീയതി യോഗത്തിൽ നിങ്ങൾ യോജിക്കുന്നെങ്കിൽ അവരും കൂടെ സഹകരിക്കണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട അപകടമാണത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരാഴ്ന്നത് ചെയ്യുന്നു.